ആരോടാന്ന്? രണ്ടാൾക്കാരാ? ബോയ് ഫ്രണ്ട് ഉണ്ടോ? സത്യം സിംഗിളാ? ഷോൾഡറിലാ? ഓ ഇൻഫ്ലുവൻസറാണ് ഇൻഫ്ലുവൻസറാണ്. യോ എന്നാ ശരി കാണാം. നല്ലൊരു പരിപാടിയായിട്ട് ഇവിടെ വന്നത് മുതലായി. ഇവിടെ വന്നത് നന്നായി. ഒരു പെണ്ണിന് ഇല്ല ചില്ലാൻ വരുന്ന എന്ത് എന്ത് കള്ള ഓളംകൊണ്ട് ഞാൻ കുടിക്കില്ല. ഫുഡ് കഴിക്കാൻ പോ. നീ പറ അതെവിടെയാ? ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞ മീറ്റ് ചെയ്യാൻ വന്നത്. കുറച്ച് രൂപ തിരിച്ചറിയാൻ പറയുന്ന ആറാണ്. ഡൊനേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിപ്പപ്പിയുടെ മുന്നിൽ മാസ്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ പല്ല് കാണും. എന്റെ പല്ലെന്നേ കുഴപ്പമില്ല. നിങ്ങൾ പറ ഇവരെന്ത് ചാറ്റാന്ന് ഇങ്ങനെ പറയുന്നത്? സത്യം പറ. ഓ ബോഡിക്കാരനല്ല ലേറ്റാടുമ്പോ അടിയിൽ നിൽക്കാതെ ഞാൻ പറയട്ടെ. എടാ ഇങ്ങ ഈ പല്ലിന് ഇതാക്കിട്ട് ബോഡി ഷേവ് മുമ്പ് പാർവതിയോടുള്ള ഇഷ്ടം. അതെ ആരും പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല. കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ പറയാം. എന്തായാലും കിട്ടിയില്ല. എന്തല്ലോ പ്രശ്നമോ വണ്ടി അടിച്ച് ആരുമില്ല ഇവിടെ പറയല്ലേ മനാ വിളിക്ക പൊട്ടത്തി ആന്റെ മുത്ത എനക്ക് അടിയുള്ളു. എനക്ക് എന്തായാലും അടിയുള്ളു. അവൻ കൊണ്ടുവരും മുത്ത. ഇങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നെ അടിപൊളിപ്പിക്കാനോ? പടി കൊടുത്തിട്ട് നിൽക്കുന്നുണ്ടോ? എന്തായാലും ചെയ്യാം. അല്ലെങ്കില് മുന്നോട്ടോ കുറച്ച് നന്മ ചെയ്യുന്നുണ്ട്. തിരിച്ചേരോ? ആ ഒറിജിനലാ. പിന്നെ ഒറിജിനലാന്ന് 3.25 ലക്ഷം. എനിക്ക് വലിച്ചത് തിരിച്ചു കിട്ടിയ ഭാഗ്യത്തിന്. നീ ഓവറാക്കല്ല. അടി ഇരിക്കുമോ? തിരിച്ചു ഒന്നാമത് വണ്ടി അടിച്ചിട്ട് ഞാൻ കടം കയറി അറിയാം. നിന്റെ ഓവർ എനർജി കാരണം കേരളം മൊത്തം അറിയാം. നിന്റെ ഓവർ എനർജി കാരണം വണ്ടി എന്നിട്ട് ഞാൻ കട ചോദിച്ചിട്ട് മാല വന്നിട്ടില്ല. പിന്നെ തൂറി തീർക്ക ആടേന്റെ മുരുക ആടെ പോയി. സോറി ഇവനാ ഉള്ളതാണ്. ഒരു കാരണവശാലും എന്നെ അടി. A few minutes later. ആർക്കും എടാ നിന്നോട് ചോദിച്ചില്ല. ഞാൻ ഇവളോടല്ല സംസാരിക്കുന്നത്. നീ എന്തിനാ അടക്ക് കയറുന്നത്?
പോവാ. ലൈക്ക് കിട്ടിയതിന്റെ അഹങ്കാരം എത്ര ദിവസം ഇവൻ ഇങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ആ ഫോട്ടോ കൈമിനായിരത്തിന്റെ മുകളിൽ ലൈക്ക് ഞാൻ ഫേമസ് ആയി. ഇവരൊന്നും വേണ്ട, ഇവനെ ഒഴിവാക്കിയത് ഞാൻ. എന്നാലും ഇന്നലെ വരെ ഇങ്ങനെ ഉണ്ടായിരുന്ന മുട്ട മോന് വണ്ടി അടിച്ചപ്പോഴേക്ക് ഫോളോവേഴ്സും കൂടുന്നില്ലേ? അല്ല, വണ്ടി അടിച്ചതിന്റെ പേരിൽ ഇവന് ലൈക്ക് കൂടുന്നടാ. ഞാൻ ഒരു 10K 20K ലൈക്ക് നിക്കുമെന്ന് വിചാരിച്ചേ. ഞാൻ പെട്ടെന്ന് നോക്കൊണ്ട് 51K ആണ്. മെയിനായി നിഹാദിനൊന്നും വേണ്ടല്ലേ. എന്റെ മാല അരിച്ചാണ്. എന്റെ മാല അരിച്ചു. എന്റെ മാല അങ്ങനെ മാല കൈമാറിയിട്ടുള്ള ബന്ധമൊന്നും വേണ്ട കേട്ടാ. മാല കൈമാറിയിട്ടുള്ളതൊന്നും വേണ്ട. ഊബർ വിളിക്കില്ല ഒട്ട. ഒരു മിനിറ്റ് പുറത്തുണ്ടാവും. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ലാതാ. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അടി തന്റെ ഡയലോഗാണ് ഇതിൽ ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ മൈൻഡ് ഇപ്പൊ നീ മാറിയാടാ. നീ വരുമ്പോഴുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള നീ അല്ലേ ഇത്? ഇവളെല്ലാം കണ്ടപ്പോഴേക്ക് ഫുൾ മൈൻഡ് മാറി. ഉമ്മാ ഇപ്പം പഴയ ഉമ്മാമല്ല, പഴയ ഉമ്മാമല്ലേ ഇത്. പഴയ ഉമ്മാമല്ല. അവിടെ ഇവരില്ലേ, ഇവരെ വണ്ടിയാന്ന് അടിച്ചത്. അടുത്ത ഉക്കും ഇട്ട് അടുത്ത നിങ്ങളെ വണ്ടിന്റെ ബാക്കിൽ വന്ന് അടിക്കാൻ പോയാണ്. മുനുവിന്റെ ബാക്കി ഓവർ എനർജിന്റെ രണ്ടാം ഭാഗം. ഞാൻ ലൈവ് കഴിഞ്ഞാൽ കൊടുക്കാന്നാണ്. ഈ 5000 നാളെ തീരും. ഇതിനായി ഇവന് കൊടുത്ത് ഇത് ഇവന്റെ ഫോണായിപ്പോ. ആ ലൈവിന്റെ മാത്രമേ ഉപയോഗിക്കുന്നു. എനിക്ക് തന്ന് ഇതിന്റെ തന്നെയാണ്. അങ്ങനെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ലൈവിൽ നമുക്ക് എന്തായാലും ഇത് നോക്കണം, ഇത് ചെയ്യണം. ലൈവ് കഴിഞ്ഞാൽ നോക്കണ്ട. ഇനി ഞാൻ വിചാരിക്കുന്ന ഇവന് കൊടുക്കണ്ടല്ലോ. കാരണം ഈ നായ എന്നെ എങ്ങനെയെല്ലാം ചൊറയാക്കാന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ ഇത് നീ എന്താ ചോദിച്ചു ഇവനോട്? ഇവന് റാപ്പാണ്. വേണ്ട വേണ്ട, പാടുന്നില്ല. പോയി സാധുക്കാനാ വേറെ എന്ത് വേണേലും ചോദിച്ചു. എങ്ങനെ പറയാനില്ല. ഇവന് കൊറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുണ്ട്. അക്ഷരസ്ഫുട അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. മയ, കണ്ടം അങ്ങനെ തന്നെയല്ലോ പറയാ. കഷ്ണത്തിന് കണ്ടെന്നാ പറയാ. കണ്ണൂരിൽ വേറെ ആരും പറയില്ല, പക്ഷെ ഇവന്റെ നാട്ടിൽ മാത്രം അങ്ങനെ പറയാം. അപ്പൊ എനിക്ക് സാധാരണ എത്ര മണിക്ക് പോന്നാ അതേപോലെ പോണ